ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാ ദിവസം 25. ഇന്നത്തെ വിഷയം സീതയുടെ വാർത്ത, ലങ്കയിലേക്കുള്ള യാത്ര, സമുദ്രതീരത്തെ ശ്രീരാമന്റെ പ്രാർത്ഥന, സേതു നിർമ്മാണത്തിന് തുടക്കം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ഹനുമാൻ ലങ്കയിൽ നിന്ന് മടങ്ങിയെത്തി സീതാദേവിയെ കണ്ടുവന്ന സന്തോഷ വാർത്ത ശ്രീരാമനെ അറിയിച്ചതും സീത നൽകിയ ചൂടാമണി സമർപ്പിച്ചതും നാം കേട്ടു. ഇന്ന് ശ്രീരാമസേന ലങ്കയിലേക്ക് പുറപ്പെടുന്ന മഹത്തായ അധ്യായത്തിലേക്ക് കടക്കാം. ഹനുമാൻ സീതാദേവിയുടെ സന്ദേശവും ചൂടാമണിയും ശ്രീരാമന് നൽകി. ശ്രീരാമൻ കണ്ണു നിറഞ്ഞു പറഞ്ഞു, ഹനുമാനെ, സീത ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം. ഹനുമാൻ ലങ്കയിലെ സംഭവങ്ങളെല്ലാം വിശദമായിട്ട് വിവരിച്ചു. ശ്രീരാമൻ ഉടനെ തന്നെ സീതയെ മോചിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. സുഗ്രീവൻ തന്റെ വിശാലമായ വാനരസേനയെ ഒരുമിച്ചു കൂട്ടി. ഹനുമാൻ, ജാംബവാൻ, അംഗദൻ, നീലൻ, നളൻ തുടങ്ങിയ മഹാവീരന്മാർ മുന്നിലുണ്ടായിരുന്നു. ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും വാനരസേനയും ചേർന്ന് തെക്കോട്ട് യാത്ര തുടങ്ങി. അവരുടെ ലക്ഷ്യം ലങ്ക. അവസാനം അവർ വിശാലമായ സമുദ്രതീരത്തെത്തി. മുന്നിൽ അതിരില്ലാത്ത സമുദ്രം, അക്കരെ ലങ്ക. ഇവിടെ നിന്ന് സൈന്യത്തെ എങ്ങനെ കടത്തിവിടും? ശ്രീരാമൻ സമുദ്രദേവനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹേ സമുദ്രദേവ, ഞങ്ങൾക്ക് വഴി നൽകണമേ. ധർമ്മത്തിന്റെ വിജയത്തിനാണ് ഈ യാത്ര. 3 ദിവസം ശ്രീരാമൻ സമുദ്രതീരത്ത് കാത്തിരുന്നു. എന്നാൽ സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ ശ്രീരാമൻ തന്റെ വില്ലെടുത്ത് പറഞ്ഞു, വിനയത്തോടെ അപേക്ഷിച്ചിട്ടും സമുദ്രം വഴിയൊരുക്കുന്നില്ല. ഇനി എൻ്റെ അസ്ത്രശക്തി കാണിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ശ്രീരാമൻ അസ്ത്രമെടുത്തപ്പോൾ സമുദ്രം ഭയപ്പെട്ടു. അപ്പോൾ സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ശ്രീരാമനെ പ്രണാമം ചെയ്തു പറഞ്ഞു, പ്രഭോ, സമുദ്രത്തിന്റെ സ്വഭാവം മാറ്റാൻ എനിക്ക് കഴിയില്ല. എന്നാൽ നിങ്ങളുടെ സേനയിൽ നളൻ എന്ന വാനരന് സേതു നിർമ്മിക്കാനുള്ള ദിവ്യശക്തിയുണ്ട്. സമുദ്രദേവന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ ശാന്തനായി. നളൻ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ അനുഗ്രഹത്തോടെ ഈ സമുദ്രത്തിന് മുകളിൽ ഒരു പാലം നിർമ്മിക്കാം. വാനരന്മാർ മലകളും വലിയ പാറകളും മരങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി. ശ്രീരാമ എന്ന് വിളിച്ചുകൊണ്ട് അവർ പാറകൾ കടലിലേക്ക് എറിഞ്ഞു. നളന്റെ നേതൃത്വത്തിൽ മഹത്തായ രാമസേതു നിർമ്മാണം ആരംഭിച്ചു. ഇന്നത്തെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, വിനയം ആവശ്യമായിടത്ത് വിനയവും, ധർമ്മ സംരക്ഷണത്തിനായി ശക്തി ആവശ്യമായിടത്ത് ശക്തിയും ഉപയോഗിക്കണം. ശ്രീരാമൻ ആദ്യം പ്രാർത്ഥിച്ചു. ഫലം ലഭിക്കാതിരുന്നപ്പോൾ അദ്ദേഹം ശക്തി പ്രയോഗിക്കാൻ തയ്യാറായി. എന്നാൽ സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ശാന്തനായി. അതേപോലെ ജീവിതത്തിലും പ്രാർത്ഥന, പരിശ്രമം, ധൈര്യം, ഇത് വിജയത്തിലേക്കുള്ള വഴിയാണ്. അല്ലയോ ശ്രീരാമ, ഹേ ശ്രീരാമ, ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ അതിജീവിക്കാൻ നിന്റെ അനുഗ്രഹം നൽകണമേ. പ്രാർത്ഥിക്കേണ്ടിടത്ത് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കേണ്ടിടത്ത് ധൈര്യത്തോടെ പ്രവർത്തിക്കാനും വിവേകം നൽകണമേ. ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ. നാളെ രാമസേതുവിന്റെ പൂർത്തീകരണം, വാനരസേന ലങ്കയിലെത്തുന്നു, സുബേല പർവ്വതത്തിന്റെ പാളയം, രാവണന്റെ ആശങ്ക, ഇതൊക്കെ നാളെ കേൾക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമസ്വാമി കീ ജയ്.